മതപരിവർത്തന ആരോപണത്തിൽ യു.പിയിൽ മലയാളി പാസ്റ്റർ അറസ്റ്റിൽ. സിക്കന്ദർപൂരിലാണ് പാസ്റ്റർ ജോസ് തോമസ് അറസ്റ്റിലായത്. പണവും ജോലിയും വാഗ്ദാനം ചെയ്ത് മതപരിവർത്തനം ചെയ്തു എന്നാണ് കേസ്. ബജ്രംഗ് ദളാണ് പരാതി നൽകിയത്. YS അഭിനന്ദ് വിവരങ്ങളുമായുണ്ട്. അഭിനന്ദ്, എന്താണ് സംഭവിച്ചത്? അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഈ മലയാളി പാസ്റ്റർക്ക്? കേസ് എപ്പോഴാണ് രജിസ്റ്റർ ചെയ്തത്? മാധു, സിക്കന്ദർപൂരിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജോസ് തോമസിനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏത് സ്വദേശിയാണ്, വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. അല്പസമയം മുമ്പാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള വിവരം പുറത്തുവരുന്നത്. ബജ്രംഗ് ദൾ പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത്. 15 മുതൽ 20 സ്ത്രീകളെയും ഒപ്പം തന്നെ കുട്ടികളെയും നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യാനായിട്ട് ഒരു ഷെഡ് ഉപയോഗിച്ചു. അത് സിക്കന്ദർപൂരിൽ തന്നെ 5ാമത്തെ ഒരു സ്ട്രീറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഷെഡാണ് ഉപയോഗിച്ചത്. അത് നേരിട്ട് വിളിച്ചു വരുത്തി അവിടെ കൊണ്ടുവന്ന് പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി മതപരിവർത്തനം നടത്തിയെന്നാണ് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ നൽകിയ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ജോസ് തോമസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളിലുള്ള കാര്യങ്ങൾ, ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സത്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിശദമായി തന്നെ അന്വേഷിച്ചു വരികയാണ് പോലീസ്. നമുക്കും അതുമായി ബന്ധപ്പെട്ട വിവരം അല്പസമയത്തിനും തന്നെ ലഭ്യമാവുകയും ചെയ്യും. ഒരു ചാക്കിൽ സൂക്ഷിച്ചിരുന്ന 124 പുസ്തകങ്ങൾ, മ്യൂസിക് സിസ്റ്റം, മൈക്കുകൾ, കേബിളുകൾ, സൗണ്ട് ബോക്സ് എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ മോട്ടീവ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. കള്ളപ്പരാതിയാണോ, അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണോ അറസ്റ്റ്, പോലീസ് കൂട്ടുനിൽക്കുന്നുള്ള ആരോപണം മറ്റ് ചിലർ ഉയർത്തുന്നുണ്ട്. ഇതിന്റെയൊക്കെ എന്താണ് ഇതിനകത്ത് പിന്നിലുള്ള വസ്തുത എന്നത് അല്പസമയത്തിന് തന്നെ ലഭ്യമാവുകയും ചെയ്യും. മാധു, ശരി. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. കൃത്യമായി ഏത് സ്വദേശത്ത് ഏത് ഇടത്തു നിന്നുള്ള ഒരാളാണ് അറസ്റ്റിലായതെന്നൊന്നും അറിയില്ല. മലയാളിയാണ് എന്നുള്ളത് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയിലാണ് അറസ്റ്റ് എന്നുള്ളത് മാത്രമാണ് നിലവിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ.